നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം 1 തെസ്സലോനിക്കർ 5 അധ്യായം 23-24 വാക്യങ്ങൾ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താ വിഷയം കീപ്പിംഗ് അവർസെൽസ് ഹോളി, സ്വയം വിശുദ്ധമായി നിലനിൽക്കുക എന്ന വിഷയത്തിൽ ഈ വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദൈവം നമ്മെ പൂർണ്ണമായും ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ആഴത്തിലുള്ള സ്നേഹവും ഉദ്ദേശവും മനസ്സിലാക്കാം. ഈ വചനത്തിൽ ദൈവത്തിൻ്റെ ആഹ്വാനവും വാഗ്ദാനവും ഉൾക്കൊള്ളുന്നു. നമ്മുടെ ആത്മാവ്, പ്രാണൻ, ദേഹം എന്നീ 3 ഘടകങ്ങളും അനന്യമായി ദൈവസന്നിധിയിൽ നിലകൊള്ളണം. ഒരു കടുത്ത ചൂടിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള ഗ്ലാസ് ശുദ്ധമല്ലെങ്കിൽ അതിൽ വെള്ളം ഒഴിക്കാനോ അത് ഉപയോഗിക്കാനോ ആരും തയ്യാറാകില്ല. അതുപോലെ ദൈവം നമ്മെ ശുദ്ധവും പരിശുദ്ധവുമായ പാത്രങ്ങളിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ദൈവം നമ്മെ മുഴുവൻ ഭാഗങ്ങളിലെയും അശുദ്ധികളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ പ്രവർത്തിക്കുന്നു. വിശുദ്ധമായി നിലനിൽക്കുക എന്നത് ഒരു നിരന്തര പ്രക്രിയയാണ്. നമ്മുടേത് മാത്രമല്ല, നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം ദൈവത്തിൻ്റെ അടിസ്ഥാന പ്രകാരമുള്ളതാകണം. അനന്യം എന്ന് അർത്ഥമാക്കുന്നത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കുറ്റവും ഓർമ്മയുമില്ലാത്ത ഒരു ആത്മീയ ജീവിതമാണ്. ഈ വചനങ്ങൾ നമ്മെ പ്രബോധിപ്പിക്കുന്നത് ദൈവം വിശ്വസ്തനാണെന്നും അവൻ താൻ ആരംഭിച്ച ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും ഉറപ്പിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി പഠനം ആരംഭിച്ചാലേ പൂർണ്ണ വിജയം കൈവരിക്കൂ. അങ്ങനെ ദൈവം നമ്മിൽ ആരംഭിച്ച വിശുദ്ധീകരണ പ്രക്രിയയിൽ സഹകരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ദൈവത്തിനു വേണ്ടി ഒരു പ്രസാദ വസ്തുവായി മാറും. അതിനാൽ ഈ വചനങ്ങളിൽ നിന്നും പ്രചോദനം നേടുക. ദൈവവചനങ്ങൾ പിന്തുടർന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുക. Wishing you a Merry Christmas and a Happy New Year.